വെൽക്കം ബാക്ക് ടു Onevestor. ഇന്നത്തെ എപ്പിസോഡിൽ ഇന്ത്യയിലെ ലാർജസ്റ്റ് ഡിസ്കൗണ്ട് ബ്രോക്കറായ സെറോദയുടെ ഡിഫറെൻറ്റ് ഓർഡർ ടൈപ്സിൻ്റെ ഒരു റിവ്യൂവും ഒരു ഡെമോയുമാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഈ എപ്പിസോഡ് ഞാൻ 2 പാർട്ടായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യത്തെ പാർട്ടിൽ സെറോദയുടെ ഡിഫറെൻറ്റ് ഓർഡർ ടൈപ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുമാണ് ഞാൻ പറയാൻ പോകുന്നത്. രണ്ടാമത്തെ പാർട്ടിൽ ഈ ഡിഫറെൻറ്റ് ഓർഡർ ടൈപ്സിൻ്റെ ഒരു ആക്ച്വൽ ഡെമോ ആണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഞാൻ എൻ്റെ ഒരു പ്രീവിയസ് എപ്പിസോഡിനകത്ത് സെറോദയുടെ ഫീച്ചേഴ്സും ബ്രോക്കറേജും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പിന്നെ അവരുടെ ട്രേഡിംഗ് ഇൻ്റർഫേസിൻ്റെ ഒരു ലൈവ് ഡെമോയും ഞാൻ ഓൾറെഡി കാണിച്ചു തന്നിട്ടുണ്ട്. ആ എപ്പിസോഡ് കാണണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സെറോദയുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഡെസ്ക്ടോപ്പിലായാലും മൊബൈലിലായാലും സെയിം യൂസർ ഇൻ്റർഫേസ് തന്നെയാണ്. സോ നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പ് യൂസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മൊബൈലും ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും സെറോദയിൽ നമ്മൾ ലോഗിൻ ചെയ്യുമ്പോഴത്തേക്ക് അതിൽ കുറേ ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ബ്രാക്കറ്റ് ഓർഡർ ഉണ്ട്, കവർ ഓർഡർ ഉണ്ട്, നോർമൽ ഓർഡർ ഉണ്ട്, ഇനിയും ലിമിറ്റ് ഓർഡർ ഉണ്ട്, സ്റ്റോപ്പ് ലോസ് ഓർഡർ ഉണ്ട്, ഇമ്മീഡിയറ്റ് ഓർ ക്യാൻസൽ ഓർഡർ ഉണ്ട്, GTT ഓർഡർ ഉണ്ട്, അങ്ങനെ കുറേ. സോ ഈ ഓപ്ഷൻസ് ഒക്കെ എന്താണെന്നും അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുമാണ് ഞാൻ ആദ്യം കാണിച്ചു തരാൻ പോകുന്നത്. ഇതാണ് സെറോദയുടെ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. ഇത് ഞാൻ ഓൾറെഡി സെറോദയുടെ കൈറ്റ് റിവ്യൂ ചെയ്തപ്പം ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാണ് ഒരു ലൈവ് ഡെമോ യൂസ് ചെയ്തിട്ട്. ആ എപ്പിസോഡ് കാണണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ ലെഫ്റ്റിലുള്ള ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി ഇതാണ് സെറോദയുടെ വാച്ച് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്സ് ആഡ് ചെയ്ത് വെക്കാൻ പറ്റും. സോ ഒറ്റ ക്ലിക്കിൽ തന്നെ ബൈയും സെല്ലും അതിൻ്റെ കോട്ട് കാണുകയും ഒക്കെ ചെയ്യാൻ പറ്റും. സോ ഞാനിപ്പം ഇതിൻ്റെ തൊട്ട് ഒരു സിമ്പിൾ ആഡ് ചെയ്യുകയാണ്. ഞാൻ ശോഭയുടെ സിമ്പിളാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. സോ ഞാനിപ്പോൾ അതിൻ്റെ ശോഭ എന്ന് പറഞ്ഞ കമ്പനിയുടെ സിമ്പിൾ എൻ്റർ ചെയ്തപ്പോഴത്തേക്ക് അതിൻ്റെ NSE BSE ഓപ്ഷനൊക്കെ വന്നിട്ടുണ്ട്. ഞാനിപ്പം അതിൻ്റെ NSEയുടെ സിമ്പിൾ എൻ്റെ വാച്ച് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്തിരിക്കുകയാണ്. ഇനി എനിക്കത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മൾ മൗസ് ആ സിമ്പിളിൻ്റെ മുകളിലോട്ട് വെക്കുമ്പോഴത്തേക്ക് ബൈ കാണാം, സെല്ല് കാണാം, പിന്നെ നമുക്ക് ആ ഡീറ്റെയിൽ കോട്ട് കാണണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഡെപ്ത് ക്ലിക്ക് ചെയ്യാം, പിന്നെ ചാർട്ട് കാണണമെന്നുണ്ടെങ്കിൽ ചാർട്ടിൽ ക്ലിക്ക് ചെയ്യാം. ഇനി ഈ സിമ്പിൾ ഇതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. പിന്നെ കൂടുതൽ ഓപ്ഷൻസ് മോറിലും അവൈലബിൾ ആണ്. ഇനി ഞാനിപ്പോൾ വാങ്ങിക്കാൻ പോകുന്ന സ്റ്റോക്ക് L&T ആണ്. സോ ഞാൻ L&T വാങ്ങിക്കാനായിട്ട് ആ ബൈയിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഒരു ഓർഡർ പ്ലേസ്മെൻറ്റ് വിൻഡോ വന്നിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ഒരു ഫ്ലോട്ടിംഗ് ഓർഡർ വിൻഡോ ആണ്. നമുക്കിത് എങ്ങോട്ട് വേണമെങ്കിലും ഇത് മൂവ് ചെയ്യാൻ പറ്റും. സോ അതിൽ നമുക്ക് കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. MIS, CNC, മാർക്കറ്റ്, ലിമിറ്റ്, SL, SLM, പിന്നെ താഴെ GTT, അതുപോലെ ക്വാണ്ടിറ്റി, പ്രൈസ്, ട്രിഗർ, ഡിസ്ക്ലോസ്ഡ് ക്വാണ്ടിറ്റി, പിന്നെ മോർ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ട്രേഡ് ഓപ്ഷൻസ് അവിടെ കാണാൻ പറ്റും. സോ ഈ ഓപ്ഷൻസ് ഒക്കെ എന്താണെന്നും ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുമാണ് ഞാൻ പറയാൻ പോകുന്നത്. സെറോദയുടെ ഓർഡർ ടൈപ്സിനെ നമുക്ക് പല രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഡെലിവറി ബേസ് ചെയ്തിട്ട് നമ്മൾ ഇതിനെ കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് MIS ഓർഡർ എന്നും CNC ഓർഡർ എന്ന് പറയാം. MIS എന്ന് പറഞ്ഞാൽ ഇൻട്രാഡേ സ്ക്വയർ ഓഫ് ഓർഡർ എന്നാണ് അർത്ഥം. അതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു സ്റ്റോക്ക് വാങ്ങിച്ചിട്ട് ഇന്ന് തന്നെ വിൽക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ MIS ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിനെ തന്നെയാണ് ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത്. സോ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിപ്പോൾ ഒരു 100 രൂപയുടെ സ്റ്റോക്ക് വാങ്ങിക്കാനായിട്ട് 10 രൂപയുടെ മാർജിൻ ആവശ്യമുള്ളൂ. ബാക്കി അവർ നമുക്ക് ലെവറേജ് തരും. അത് പക്ഷേ എല്ലാ സ്റ്റോക്സിനും അവൈലബിൾ അല്ല, അത് സെലക്റ്റഡ് സ്റ്റോക്സിനെ അവൈലബിൾ ആയിട്ടുള്ളൂ. അത് മാത്രമല്ല ആ ലെവറേജ് എന്ന് പറയുന്നത് ഓരോ സ്റ്റോക്ക് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പം ശോഭയുടെ ലെവറേജ് എന്ന് പറഞ്ഞാൽ 5 ടൈംസ് അറൗണ്ടേ ഉള്ളൂ. പക്ഷേ ഇപ്പം ITC റിലയൻസ് നോക്കുവാണെങ്കിൽ അത് 10 ടൈംസ് ഉണ്ട്. ഈ MIS ഓർഡേഴ്സ് എന്ന് പറയുന്നത്, അതായത് ഈ ഇൻട്രാഡേ ഓർഡേഴ്സ് എല്ലാം ഈ സെറോദ ഓട്ടോമാറ്റിക്കായിട്ട് സ്ക്വയർ ഓഫ് ചെയ്യും. അതിപ്പം നമ്മൾ തന്നെ മാനുവലി സെല്ല് ചെയ്ത് നമ്മുടെ പൊസിഷൻ ഇപ്പം എക്സിറ്റ് ചെയ്തില്ലെങ്കിൽ അവരൊരു മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിൻ്റെ ഒരു 10-15 മിനിറ്റ് മുമ്പേ അവർ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ചെയ്യും. സോ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന റേറ്റിലായിരിക്കത്തില്ല ട്രേഡ് നടക്കുന്നത്. സോ ഈ MIS ഓർഡേഴ്സ് നമ്മൾ മാനുവലി എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ആ 10-15 മിനിറ്റ് എന്നുള്ളത് ചിലപ്പോൾ മാർക്കറ്റിൻ്റെ വോളറ്റിലിറ്റി അനുസരിച്ച് അവർ മാറിക്കൊണ്ടിരിക്കും. കാരണം ഇപ്പം ഹ്യൂജ് വോളറ്റൈൽ ആണെങ്കിൽ ചിലപ്പോൾ അവർ ലെവറേജും കുറയ്ക്കും. അത് മാത്രമല്ല ചിലപ്പോൾ ഒരു 3 മണിക്കായിരിക്കും ചിലപ്പം ഈ ഓട്ടോമാറ്റിക് സ്ക്വയർ ഓഫിൻ്റെ ടൈം വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ MIS ഓർഡേഴ്സിനെ വേണമെങ്കിൽ ഡെലിവറി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യാം. അതായത് ഞാനിപ്പം ഇൻട്രാഡേ ഉദ്ദേശിച്ചിട്ട് വാങ്ങിച്ചിരിക്കുന്ന ഒരു സ്റ്റോക്കിനെ എനിക്ക് വേണമെങ്കിൽ ഡെലിവറി ആക്കാൻ പറ്റും. അതിന് നമുക്ക് ഓർഡർ പ്ലേസ്മെൻറ്റിൽ പോയിട്ട് ആ ഓർഡറിനെ കൺവേർട്ട് ചെയ്താൽ മതി. ഇനി ക്യാഷ് ആൻഡ് ക്യാരി എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു സ്റ്റോക്ക് വാങ്ങിച്ചിട്ട് അത് ഹോൾഡ് ചെയ്യാൻ താല്പര്യമെങ്കിൽ ഞാൻ CNC ആണ് സെലക്ട് ചെയ്യേണ്ടത്. അതായത് എനിക്കിപ്പം ഇന്ന് വാങ്ങിച്ചിട്ട് നാളെയോ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് വിൽക്കേണ്ടതെന്നുണ്ടെങ്കിൽ അത് CNC ഓർഡറായിട്ടാണ് പ്ലേസ് ചെയ്യേണ്ടത്. CNC എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെലിവറി എടുക്കുക എന്നാണ് അതിനർത്ഥം. അതായത് സ്റ്റോക്സ് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. പക്ഷേ MIS ഓർഡർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്സ് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവത്തില്ല. അതിന് മുമ്പേ തന്നെ അത് സെല്ലായി പോവും. ഇനി സെറോദയിലെ ഓർഡർ ടൈപ്സിനെ നമ്മൾ
നമ്മളൊരു സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുന്ന അല്ലെങ്കിൽ സെല് ചെയ്യുന്ന റേറ്റിനെ വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ഓർഡർ ഉണ്ട്, ലിമിറ്റ് ഓർഡർ ഉണ്ട്. മാർക്കറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോക്കിൻ്റെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എത്രയാണോ ആ പ്രൈസിലായിരിക്കും നമ്മുടെ ട്രേഡ് എക്സിക്യൂട്ട് ആവുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും L&Tയുടെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 916.45 ഒക്കെയാണ്. സോ ഞാനിപ്പോൾ മാർക്കറ്റ് ഓർഡർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ആ റേറ്റിനായിരിക്കും ആ ട്രേഡ് അവിടെ എക്സിക്യൂട്ട് ആവുന്നത്. ഇനിയും ലിമിറ്റ് ഓർഡർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തന്നെ കൊടുക്കാൻ പറ്റും എത്ര രൂപയ്ക്കാണ് വാങ്ങിക്കേണ്ടത് എന്നുള്ളത്. ഞാനിപ്പോൾ ഒരു 915 കൊടുക്കുകയാണെങ്കിൽ ആ 915 മാർക്കറ്റ് പ്രൈസ് എത്തുമ്പോൾ മാത്രമേ ആ ട്രേഡ് അവിടെ എക്സിക്യൂട്ട് ആവത്തുള്ളൂ. നമ്മളൊരു മാർക്കറ്റ് ഓർഡർ പ്ലേസ് ചെയ്യുമ്പോഴത്തേക്ക് ഹൈലി ലിക്വിഡ് സ്റ്റോക്സ് ആണെങ്കിൽ ഇപ്പം L&T, ഇൻഫോസിസ്, റിലയൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഹൈലി ലിക്വിഡ് സ്റ്റോക്സ് ആണ്. സോ നമ്മൾ മാർക്കറ്റ് ഓർഡർ പ്ലേസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ കാണുന്ന റേറ്റൊക്കെ തന്നെയായിരിക്കും ഏകദേശം നമുക്ക് കിട്ടുന്നത്. പക്ഷേ അത്ര ലിക്വിഡ് അല്ലാത്തൊരു സ്റ്റോക്ക് ആണെങ്കിൽ നമ്മൾ മാർക്കറ്റ് ഓർഡർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഈ കാണുന്ന റേറ്റേ ആയിരിക്കത്തില്ല നമ്മുടെ ആ ട്രേഡ് എക്സിക്യൂട്ട് ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന റേറ്റ് എന്ന് പറയുന്നത്. കാരണം അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പം ശോഭയുടെ തന്നെയാണെങ്കിൽ നമ്മളിപ്പോൾ മാർക്കറ്റ് ഡെപ്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 221.85 ആണ്. പക്ഷേ ബിഡിംഗ് എന്ന് പറഞ്ഞാൽ 221.7 അതുപോലെ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 222 ആണ്. സോ ഞാനിപ്പം ഒരു മാർക്കറ്റ് ഓർഡർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പം ഈ കാണുന്ന റേറ്റ് ഒന്നും ആയിരിക്കത്തില്ല എനിക്ക് കിട്ടുന്നത്. സോ ഞാനിപ്പം ശോഭയുടെ ഒരു മാർക്കറ്റ് ഓർഡർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 221.5 ആണ്. പക്ഷേ ആ ട്രേഡ് അവിടെ എക്സിക്യൂട്ട് ആവുന്നത് 221.95 കാരണം ഇപ്പോൾ ദാണ്ട് 222 ആയി. അതായത് അതാണ് ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ. സോ ആ ബെസ്റ്റ് ഓഫർ പ്രൈസ് എത്രയാണോ അതിലായിരിക്കും മാർക്കറ്റ് ഓർഡർ ആക്ടിവേറ്റ് ആവുന്നത്. അപ്പം ഞാനിപ്പം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ലിക്വിഡ് സ്റ്റോക്സ് അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് എപ്പോഴും ഒരു ലിമിറ്റ് ഓർഡർ ആയിരിക്കും. കാരണം ഞാൻ ഉദ്ദേശിക്കുന്ന പ്രൈസിൽ ഒത്തിരി കൂടാതിരിക്കാനായിട്ട്. ഇനിയും ഞാനിപ്പം ഇതേ കാര്യം തന്നെ ഞാനിപ്പം L&Tയുടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 915 ആണ്. ഇപ്പം ഓഫർ ചെയ്തിരിക്കുന്ന പ്രൈസും 915 തന്നെയാണ്. അതായത് ഞാനിപ്പം മാർക്കറ്റ് ഓർഡർ പ്ലേസ് ചെയ്താലും ഈ റേറ്റ് തന്നെയാണ് എനിക്ക് കിട്ടുന്നത്. പക്ഷേ ശോഭയുടെ നിങ്ങൾക്ക് കാണാൻ പറ്റും മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 222 ഉള്ളൂ. പക്ഷേ അടുത്ത ബെസ്റ്റ് ഓഫർ എന്ന് പറഞ്ഞാൽ 222.55 ആണ്. അതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 54 ആണ്. ഞാനിപ്പം 54 ക്വാണ്ടിറ്റി വാങ്ങിക്കാൻ തുടങ്ങുവാണെങ്കിൽ ആ ട്രേഡിലായിരിക്കും എക്സിക്യൂട്ട് ആവുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഒരു 55 കൊടുക്കുവാണെങ്കിൽ അതിൻ്റെ താഴത്തെ ഓഫറിൽ എത്രയാണോ അതിലായിരിക്കും അത് എക്സിക്യൂട്ട് ആവുന്നത്. ഇനി നമുക്ക് സെറോദയുടെ ഓർഡർ ടൈപ്സ് തന്നെ ഒരു ട്രിഗർ ബേസ് ചെയ്തിട്ട് കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഓർഡർ ഉണ്ട്, സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഓർഡർ ഉണ്ട്, പിന്നെ ഗുഡ് ടിൽ ട്രിഗർ ഓർഡർ ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ താഴെ തന്നെ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് GTT ഓർഡർ എന്ന് പറഞ്ഞുകൊണ്ട്. സ്റ്റോപ്പ് ലോസ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഇപ്പം L&Tയുടെ മാർക്കറ്റ് പ്രൈസ് ഇപ്പം 914.7 ആണ്. പക്ഷേ എനിക്ക് തോന്നുവാണ് ഈ സ്റ്റോക്ക് പ്രൈസ് ഇപ്പം ഇന്ന് 940 എത്തുവാണെങ്കിൽ അത് ബുള്ളിഷ് ആകും. സോ അങ്ങനെയാണെങ്കിൽ ആ സ്റ്റോക്ക് പ്രൈസ് 960 എത്തുമെന്ന്. സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് കറൻറ്റ് മാർക്കറ്റ് പ്രൈസിലും അല്ല വാങ്ങിക്കേണ്ടത്, അല്ലെങ്കിൽ കറൻറ്റ് മാർക്കറ്റ് പ്രൈസിനേക്കാളും താഴെയുള്ള ഒരു റേറ്റിലും അല്ല വാങ്ങിക്കേണ്ടത്. ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസിനേക്കാളും കൂടുതലുള്ള ഒരു റേറ്റിലാണ് എനിക്ക് വാങ്ങിക്കേണ്ടത്. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഞാനിവിടെ പ്ലേസ് ചെയ്യേണ്ട ഓർഡർ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോപ്പ് ലോസ് ഓർഡറാണ്. സോ ബൈ ചെയ്യുമ്പോൾ ഞാനിവിടെ കൊടുക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 940 കൊടുക്കും. അതുപോലെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു 941 കൊടുക്കും. സോ L&Tയുടെ സ്റ്റോക്ക് പ്രൈസ് 940 എത്തുമ്പോഴത്തേക്ക് ഈ ട്രിഗർ ആക്ടിവേറ്റ് ആവുകയും ചെയ്യും. 941 ഒരു ബൈ ഓർഡർ പ്ലേസ് ആവുകയും ചെയ്യും. സോ സ്റ്റോക്ക് പ്രൈസ് 941 എത്തുമ്പോഴത്തേക്ക് ആ ട്രേഡ് അവിടെ എക്സിക്യൂട്ട് ആവുകയും ചെയ്യും. ഇനി അതല്ല ഞാൻ സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഓർഡർ ആണ് കൊടുക്കുന്നതെങ്കിൽ എൻ്റെ ട്രിഗർ പ്രൈസ് ഞാൻ അപ്പോൾ 914 ആണ് വെച്ചിരിക്കുന്നത്. സോ ലാർസൺ ആൻഡ് ടൂബ്രോയുടെ പ്രൈസ് 940 എത്തുമ്പോഴത്തേക്ക് ഒരു മാർക്കറ്റ് ഓർഡർ ആയിരിക്കും പ്ലേസ് ചെയ്യുന്നത്. സോ അത് കഴിഞ്ഞിട്ട് 941 അല്ലെങ്കിൽ 940.05 അടുത്ത L&Tയുടെ പ്രൈസ് എത്രയാണോ അതിലായിരിക്കും ആ ട്രേഡ് അവിടെ എക്സിക്യൂട്ട് ആവുന്നത്. ഇനി GTT ഓർഡർ എന്ന് പറഞ്ഞാൽ ഗുഡ് ടിൽ ട്രിഗർ ഓർഡർ എന്നാണ് അതിനർത്ഥം. ഞാനിപ്പം L&Tയുടെ തന്നെ ഇപ്പോൾ ഒരു ബൈ ഓർഡർ കൊടുക്കുകയാണ്. അപ്പം അതിൽ ഇപ്പം എൻ്റെ പർച്ചേസ് പ്രൈസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് ആയ 915.75 ആയിരിക്കും അത് ആക്ടിവേറ്റ് ആവുന്നത്. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഞാൻ GTTയും കൂടെ എനേബിൾ ചെയ്യുകയാണ്, ഒരു 5% സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട്, അതുപോലെ ഒരു 5% ടാർഗറ്റ് ഇട്ടിട്ട്. സോ അങ്ങനെയാണെങ്കിൽ ഈ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ആയ 916.3ക്ക് ഈ ട്രേഡ് അവിടെ ആക്ടിവേറ്റ് ആവുകയും ചെയ്യും. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു സ്റ്റോപ്പ് ലോസ് ഓർഡറും അതൊരു ടാർഗറ്റ് ഓർഡറും കൂടെ ആക്ടിവേറ്റ് ആവും. സോ L&Tയുടെ മാർക്കറ്റ് പ്രൈസ് 916 അത് അല്ലെങ്കിൽ എൻ്റെ പർച്ചേസ് പ്രൈസ് എത്രയാണോ അതിനേക്കാളും 5% താഴെയോ അല്ലെങ്കിൽ 5% മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഒരു സെൽ ഓർഡറും കൂടെ ഓട്ടോമാറ്റിക്കായിട്ട് എനേബിൾ ആകും. ഈ ട്രേഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അതായത് ഈ GTT ഓർഡറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് 1 വർഷം വരെ ഈ ട്രേഡ് വാലിഡ് ആണ്. അതായത് L&Tയുടെ സ്റ്റോക്ക് പ്രൈസ് ഈ 1 വർഷത്തിൽ ഈ ടാർഗറ്റോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസോ എത്തുവാണെങ്കിൽ ഈ ട്രേഡ് അവിടെ ആക്ടിവേറ്റ് ആവും. ഈ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ
ലോങ് ടേം സ്റ്റോപ്പ് ലോസോ അല്ലെങ്കിൽ ഒരു ലോങ് ടേം ടാർഗറ്റിന് വേണ്ടിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് ആക്റ്റീവായിട്ട് മാർക്കറ്റ് വാച്ച് ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷേ നിങ്ങൾക്ക് ബൾക്കായിട്ടൊരു ഓർഡർ പ്ലേസ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ L&T തന്നെയാണെങ്കിൽ ഇപ്പോൾ ഒരു 1000 ക്വാണ്ടിറ്റി വാങ്ങിക്കണം, എന്നിട്ടൊരു സ്റ്റോപ്പ് ലോസും സെറ്റ് ചെയ്യണം 5%, ഒരു ടാർഗറ്റും സെറ്റ് ചെയ്യണം 5%, എന്നിട്ട് അത് ഡെയിലി വാച്ച് ചെയ്യാൻ താല്പര്യമില്ല അല്ലെങ്കിൽ സമയമില്ല, അങ്ങനെയാണെങ്കിൽ ഒരു GTT ഓർഡർ പ്ലേസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ പ്രീ ഡിഫൈൻഡ് ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു പ്രൈസ് ഉണ്ടെന്ന് വെച്ചു. ഇപ്പം L&Tയുടെ 200-day മൂവിങ് ആവറേജ് എന്ന് പറഞ്ഞാൽ ഇപ്പം 800 rupees ആണെങ്കിൽ നമുക്കിവിടെ ഒരു 800 rupeesന് ലിമിറ്റ് ഓർഡർ സെറ്റ് ചെയ്താൽ മതി, എന്നിട്ടൊരു ബൈ ഓർഡർ കൊടുക്കാം. അപ്പം ഒരു വർഷത്തിനുള്ളിൽ എപ്പോഴേലും L&Tയുടെ സ്റ്റോക്ക് പ്രൈസ് 800 rupees എത്തുവാണെങ്കിൽ അത് ആക്ടിവേറ്റ് ആവുകയും ചെയ്യും. അതിനേക്കാൾ 5% താഴെ പോവുകയാണെങ്കിൽ പിന്നെ പ്രൈസ് അത് എക്സിറ്റ് ആവുകയും ചെയ്യും. അതല്ല 800 rupeesനേക്കാളും പിന്നെ ഒരു 5% കയറി പോവുകയാണെങ്കിൽ അപ്പോഴും അത് എക്സിറ്റ് ആവും. സോ ഈ ഒരു ഓർഡറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്റ്റീവായിട്ട് മാർക്കറ്റ് വാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് പ്രീ ഡിഫൈൻഡ് ആയിട്ട് നേരത്തെ സെറ്റ് ചെയ്ത് വെക്കാം നമ്മുടെ എൻട്രി പ്രൈസും എക്സിറ്റ് പ്രൈസും. ഞാനിപ്പോൾ കാണിച്ചു തന്ന ഓർഡേഴ്സ് എല്ലാം റെഗുലർ ഓർഡേഴ്സാണ്. ഇനി സെറോദയുടെ ഓർഡർ ടൈപ്സിനെ നമ്മൾ ഓർഡർ ലെഗ് അനുസരിച്ചിട്ട് കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ റെഗുലർ ഓർഡേഴ്സ് ഉണ്ട്, ബ്രാക്കറ്റ് ഓർഡേഴ്സ് ഉണ്ട്, കവർ ഓർഡേഴ്സ് ഉണ്ട്. സോ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അത് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ITC ആണ്. ഇപ്പം ITCയുടെ സ്റ്റോക്ക് പ്രൈസ് എന്ന് പറഞ്ഞാൽ 195 അറൗണ്ട് ആണ്. ഞാനിപ്പം ഇനി ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഒരു കവർ ഓർഡറാണ്. കവർ ഓർഡർ എന്ന് പറഞ്ഞാൽ ഞാനിപ്പം ഈ സ്റ്റോക്ക് 195 വാങ്ങിക്കുകയാണെങ്കിൽ എനിക്കപ്പം ഇന്ന് തന്നെ അത് എക്സിറ്റും ചെയ്യണമെന്ന് വെച്ചോ. അപ്പം ഇപ്പം സ്റ്റോക്ക് പ്രൈസ് ഒരു 190 എത്തുകയാണെങ്കിൽ എനിക്ക് ഈ പൊസിഷൻ എക്സിറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കവർ ഓർഡറാണ് പ്ലേസ് ചെയ്യേണ്ടത്. കവർ ഓർഡർ എന്ന് പറഞ്ഞാൽ അതൊരു ഇൻട്രാഡേ പ്രോഡക്റ്റ് ആണ്. സോ കവർ ഓർഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ ഒരു സ്റ്റോക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിപ്പം താഴോട്ടാണ് പോയത്, അപ്പം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ലോസ് എത്തുമ്പോഴത്തേക്ക് അതങ്ങ് എക്സിറ്റ് ചെയ്യാനായിട്ടാണ്. ഇനി ബ്രാക്കറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഇതും കവർ ഓർഡർ പോലെ തന്നെയാണ്, പക്ഷേ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് സ്റ്റോപ്പ് ലോസ് മാത്രമല്ല ഒരു ടാർഗറ്റും ഉണ്ട്. ഇപ്പം ITC തന്നെയാണെങ്കിൽ ഇപ്പോഴത്തെ കറണ്ട് മാർക്ക് പ്രൈസ് പറഞ്ഞാൽ 195.8 ആണ്. ഞാനിപ്പോൾ ഒരു ബൈ ഓർഡർ കൊടുക്കുകയാണ് 195-ന്. ഇനിയും അതുപോലെ തന്നെ ഒരു സ്റ്റോപ്പ് ലോസ് കൊടുക്കുകയാണ് ഒരു 5 അതുപോലെ ടാർഗറ്റും കൊടുക്കുകയാണ് അതും 5. സോ ഇങ്ങനൊരു ഓർഡർ പ്ലേസ് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പം ITCയുടെ സ്റ്റോക്ക് പ്രൈസ് 195 എത്തുമ്പോഴത്തേക്ക് ഈ ട്രേഡ് ആക്ടിവേറ്റ് ആവും. അത് കഴിഞ്ഞിട്ട് ആ സ്റ്റോക്ക് പ്രൈസ് 190 എത്തിയാലോ അല്ലെങ്കിൽ 200 എത്തിയാലോ ആ സ്റ്റോക്ക് എക്സിറ്റ് ആവും. അതായത് ആ പൊസിഷൻ ടോട്ടലി എക്സിറ്റ് ആവും. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്റ്റോക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ അകത്ത് നമ്മുടെ ലോസും അതിൻ്റെ അകത്ത് പ്രീ ഡിഫൈൻഡ് ആയിരിക്കും, നമ്മുടെ ഗെയിനും പ്രീ ഡിഫൈൻഡ് ആയിരിക്കും. ഇനി ഗെയിൻ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ അത് വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്കൊരു ട്രേഡിംഗ് സ്റ്റോപ്പ് ലോസ് കൊടുക്കാൻ പറ്റും. അപ്പം അത് ഞാനിപ്പോൾ ഒരു 1 ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പം ITCയുടെ സ്റ്റോക്ക് പ്രൈസ് 195 എത്തിയിട്ട് ഞാനത് പർച്ചേസ് ചെയ്തു. അത് കഴിഞ്ഞ് 196 എത്തുവാണെങ്കിൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് അവിടെ ഇപ്പം 190 ആണ് സ്റ്റോപ്പ് ലോസ്, കാരണം ഞാൻ 5 ആണ് സ്റ്റോപ്പ് ലോസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ആ 190 എന്നുള്ളത് 191 ആകും. അത് കഴിഞ്ഞിട്ട് ITCയുടെ സ്റ്റോക്ക് പ്രൈസ് ഇപ്പം വീണ്ടും ഒരു 2-3 രൂപ കൂടി ഇപ്പം 198 എത്തുവാണെങ്കിൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 193 ആകും. കവർ ഓർഡറും ബ്രാക്കറ്റ് ഓർഡറും BSE സ്റ്റോക്സിൽ അവൈലബിൾ അല്ല. മാത്രമല്ല കവർ ഓർഡേഴ്സിനെയും ബ്രാക്കറ്റ് ഓർഡേഴ്സിനെയും നമുക്ക് ഡെലിവറി ട്രേഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റത്തില്ല. പക്ഷെ ഒരു MIS ട്രേഡ് ആണെങ്കിൽ നമുക്കതിനെ വേണമെങ്കിൽ ഒരു ഡെലിവറി ട്രേഡായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇനി സെറോദയിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്ന ഓർഡറിൻ്റെ വാലിഡിറ്റി അനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് ഓർഡർ ടൈപ്സിനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡേ ഓർഡർ ഉണ്ട്, IOC ഉണ്ട്. IOC എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ഓർ ക്യാൻസൽ ഉണ്ട്, പിന്നെ AMO ഉണ്ട്. ഡേ ഓർഡർ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ കൊട്ടാക് ബാങ്കിൻ്റെ ഷെയർ ഇപ്പം 1335 ആണ് കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പം 300-ന് ഇപ്പോൾ ഒരു ബൈ ഓർഡർ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ ഇൻട്രാഡേ ആണ്. അതായത് ഇന്നത്തെ ദിവസം എപ്പോഴേലും ആ സ്റ്റോക്ക് പ്രൈസ് 1300 എത്തുവാണെങ്കിൽ ആ ട്രേഡ് അവിടെ ആക്ടിവേറ്റ് ആവും. ഇനി IOC എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ഓർ ക്യാൻസൽ എന്നാണ് അതിനർത്ഥം. അപ്പം ഞാനൊരു 1300-ന് ബൈ ഓർഡർ കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ മാർക്കറ്റ് ഡെപ്ത് എടുത്ത് നോക്കിയാൽ അറിയാം ഈ ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ കറൻ്റ്ലി 1300 ഉണ്ടെങ്കിൽ മാത്രമേ ഈ ട്രേഡ് അവിടെ ആക്ടിവേറ്റ് ആകത്തുള്ളൂ. ഞാനിപ്പം 1336.45 കൊടുത്താൽ ഇപ്പോൾ ഇത് ആക്ടിവേറ്റ് ആവും. അതല്ല 1336.5 അല്ലെങ്കിൽ 65 കൊടുത്താലും അത് ആക്ടിവേറ്റ് ആവും. കാരണം ആ ഓഫേഴ്സ് അവൈലബിൾ ആണ്. സോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ കറൻ്റ്ലി നമ്മൾ കൊടുക്കുന്ന പ്രൈസിനൊരു ഓഫറോ ബിഡോ ഉണ്ടോ എന്നാണ് അത് ചെക്ക് ചെയ്യുന്നത് സിസ്റ്റം. ഇനി ഓർഡർ വാലിഡിറ്റി അനുസരിച്ച് മൂന്നാമത്തെ ഓർഡർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ മാർക്കറ്റ് ഓർഡറാണ്. ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ
മാർക്കറ്റ് അവേഴ്സിൻ്റെ സമയത്തല്ല, നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് പ്ലേസ് ചെയ്യുന്ന ഓർഡറാണ് ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ എന്ന് പറയുന്നത്. ഇപ്പം സപ്പോസ് നിങ്ങളൊരു പ്രൊഫഷണലാണ്, നിങ്ങൾക്ക് മാർക്കറ്റ് അവേഴ്സിൽ നിങ്ങൾക്ക് ബൈ ചെയ്യാനോ സെല് ചെയ്യാനോ സമയമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് പിറ്റേ ദിവസത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് ടൈം മുതൽ ക്ലോസിംഗ് ടൈം വരെ ആയിരിക്കും. ഇന്നിപ്പം മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിയുമ്പം ഞാനിപ്പം കൊട്ടാക് ബാങ്കിൻ്റെ ഒരു ബൈ ഓർഡർ പ്ലേസ് ചെയ്യാണ് 1300 കൊടുക്കുകയാണെങ്കിൽ അത് ഇന്നിപ്പോൾ രാത്രിയിലായിരിക്കും ഞാൻ ചിലപ്പോൾ അത് പ്ലേസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ പിറ്റേ ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് അന്നത്തെ ദിവസം 1300 ആ സ്റ്റോക്ക് പ്രൈസ് എത്തുകയാണെങ്കിൽ ആ ട്രേഡ് അവിടെ ആക്ടിവേറ്റ് ആവും. ഇത്രയും ഓർഡർ ടൈപ്സ് ആണ് സെറോദയുടെ ഡെസ്ക്ടോപ്പ് വേർഷനിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഓപ്ഷൻസ് ഒക്കെ തന്നെയാണ് അവരുടെ മൊബൈൽ ആപ്സിലും അവൈലബിൾ ആയിട്ടുള്ളത്. ഈ എപ്പിസോഡ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഏത് സ്റ്റോക്ക് ബ്രോക്കറാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് താഴെ ഒരു കമൻറ്റ് ആയിട്ട് ഷെയറും ചെയ്യുക. സോ ഗുഡ് ബൈ അൺടിൽ ദ നെക്സ്റ്റ് എപ്പിസോഡ്.